So today we are going to visit some of the tourist locations in Brahman. So here our Dalalcha is getting ready. ഇന്ന് മറ്റേ ഒരു വിൻഡ് മില്ല് പോലെ ഒരു പാർക്കില്ലേ, കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പാർക്കുണ്ട്, ആ സ്ഥലത്ത് പോകണം. പിന്നെ ആ ഫെയറി ടെയിൽ കഴുത, നായി, പൂച്ച, പിന്നൊന്ന് പോയി. ഈ സാധാരണത്തിൻ്റെ ഫെയറി ടെയിലിനെ കുറിച്ച് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് കൂടെ പോവാം. ആദ്യം ആ സ്ഥലത്ത് പോവാം. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് വരുന്ന ഈ ഒരു ഗ്രീൻ ആയിട്ടുള്ളൊരു പാർക്കുണ്ട്. ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് നോർത്ത് ബ്രഹ്മൻ വരെ നല്ല ലെങ്ത്തിലും വെടുത്തിലും പോകുന്ന ഒരു പാർക്ക് കാണുന്നതാണ് എൻ്റെ കോളേജ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കത് പോയി നോക്കാം. ഈ കാണുന്നത് ഇവിടെ ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സ്ട്രീറ്റ്സ് ആണ്. ഈ കാണുന്ന ഈ ലെഫ്റ്റിൽ കാണുന്ന വഴിക്കല് നമ്മൾ പെഡസ്ട്രിയൻസ് നടക്കാൻ പറ്റുള്ളൂ. ഈ റെഡിൽ കാണുന്നതാണ് സൈക്കിൾ റോഡ്. അതിന് ശേഷമാണ് നമ്മളെ കാറിനും ട്രാമിനൊക്കെ ആയിട്ടുള്ള വഴി. നമുക്ക് ഇവിടുന്ന് കിടക്കാവോ? ഈ സ്ഥലത്ത് നമുക്ക് സിഗ്നൽ കാണാം, നമുക്ക് കിടക്കാം. ഇവിടെ ഇങ്ങനൊരു സംഭവമുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കൈവച്ചെടുത്താൽ അത് സിഗ്നൽ ഓണാവും. അപ്പോൾ നമുക്കിത് റെഡ് ഗ്രീനായി മാറും. അന്നേരം നമുക്ക് കിടക്കണം. ഗ്രീനായിട്ട് നമുക്ക് കടന്നു. ഇനി നമ്മൾ ഇത് വഴിക്ക് ഇങ്ങനെ പോയാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കിടക്കാം. ആ ലൊക്കേഷൻസ് ഇതിങ്ങനെ സ്ലാൻഡായിട്ടാണല്ലേ ഇത്. വാ, കൊള്ളാം. ഇതാണല്ലേ ലേക്ക് എന്ന് പറഞ്ഞ്. ഇവിടെ ഒരു ലേക്ക് ഉണ്ട്. ഇവിടെ എല്ലാവരും വലത് ഭാഗത്ത് കൂടെയാണ് നടക്കാറ്. അതേപോലെ വണ്ടികളും വലത് ഭാഗത്ത് കൂടെയാണ് പോകുന്നത്. ഇവിടെ കാറ്റും മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ കാറ്റടിക്കുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നല്ല ഭംഗിയുള്ള ലൊക്കേഷനാണിത്. ഇവിടെ കുറച്ച് ആൾക്കാർ വിശ്രമിക്കുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൊക്കാലിറ്റിയാണിത്. ഇവിടെ ആൾക്കാർ ഇങ്ങനെ ഈവനിങ് വാക്കിനൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അത്ര തണുപ്പില്ല. ഫാൻ ഉടക്കോ എന്തൊക്കെയോ ഇതിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്, സ്വിം ചെയ്ത് പോകുന്നുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയില്ലേ. അതിൽ പോകുന്നതാണ് നമ്മുടെ ട്രാം. വെയിലൊക്കെ കാണുന്നുണ്ട് ഇവിടെ. വലിയ ദൂരമില്ല. ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ അതിന് 7 മണിക്കൂർ 9 മണിക്കൂർ. ഇനി അങ്ങോട്ട് വലിയ ബുദ്ധിമുട്ടില്ല. ഇതേപോലെ അവിടെ താമസിച്ചു. അപ്പോൾ ഇവിടെ ഭയങ്കര വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ട്രീറ്റ് ആണ്. അത് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തടാകത്തിന്റെ അവിടെ സൈഡിലായിട്ടാണ് ഈ പാർക്കും കാര്യങ്ങളും വരുന്നത്. ഇത് അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റെസിഡൻഷ്യൽ ഏരിയ ആണെന്ന് തോന്നുന്നു. ഈ പാർക്കിന്റെ സൈഡിലായിട്ട് എന്ത് കാണുന്നു, ചെറിയ ചെക്കന്മാർ ഇങ്ങനെ സൈക്കിൾ ഓടിച്ച് കളിക്കുന്നുണ്ട്. പാർക്കിന്റെ ഒരു സൈഡിലായിട്ട് മറ്റേ സൈഡിലായിട്ട് നമുക്ക് അവിടെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്ന കാണാം. പിന്നെ ഇതൊരു തടാകം, അതിൻ്റെ ഇപ്പുറത്ത് വേറൊരു വഴി. ഇങ്ങനെ നടന്ന് പോയാൽ നമുക്ക് ഇതിൻ്റെ മറ്റേ സൈഡ് കാണാൻ പറ്റും. ഇത് അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുകയാണ്. ഇത് ഇങ്ങനെ തീരുകയൊന്നും ചെയ്യില്ല. നമുക്കിത് മൊത്തം നടക്കാൻ പറ്റൂല, കുറച്ച് ഭാഗത്ത് മാത്രം നടക്കാം.
ഇവിടെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഹൗസസ് ആയിട്ടെന്നാണെന്ന് തോന്നുന്നു. ഇങ്ങനെയാണ് അധിക ഹൗസുകളുടെയും ബാൽക്കണിയിൽ ഇങ്ങനെ ഫ്ലവേഴ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പാർക്ക് ഒരുപാട് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. അത് മൊത്തം പോകാൻ പറ്റുന്നില്ല. ഈ സ്ഥലത്ത് നിന്നാണ് ട്രാം പാസ് ഉള്ളതുകൊണ്ട് നമുക്ക് ട്രാം പിടിച്ച് ഏതെങ്കിലും റൂട്ടിലേക്ക് പോകാം. ഇത് ബസ്സാണ്. ഇവിടുത്തെ ലൊക്കേഷനിലേക്ക് പോകേണ്ട ട്രാം ഏത് നമുക്ക് കൃത്യമായി മനസ്സിലാത്തതുകൊണ്ട് ഈ HBF എന്ന് പറയുന്ന ഒരു സെൻട്രൽ ട്രാം സ്റ്റേഷനാണ് ഈ സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ കുറേ ഡോണർ തുർക്കിഷ് ഫുഡ് വെക്കുന്ന പീടികകൾ കാണാം, റെസ്റ്റോറൻറ്റ്സ് കാണാം, ചെറിയ ചെറിയ ഹോട്ടൽസ് കാണാം. അധിക ഹോട്ടൽസ് ഇവിടെ ഇപ്പോൾ തുർക്കിഷാണ്. അപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചു ഹലാലാണോ ചോദിച്ച് കഴിക്കലാണ്. ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷനാണ്. ഒരുപാടധികം ട്രാംസ് ഒന്നിച്ച് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. തുടങ്ങി ഈ കാണുന്നതാണ് ഈ സ്ഥലത്തിലെ മെയിൻ ആയിട്ടുള്ള ട്രാം സ്റ്റേഷൻ. അതാ അങ്ങോട്ട് നോക്കാം. അങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഒരുപാട് ട്രാംസ് ഈ പർട്ടിക്കുലർ ലൊക്കേഷനിലാണ് കുറേ അധികം ലൈൻസ്. ഓരോ ലൈനിലേക്കും ഓരോ ട്രാമാണ്. ഫോർ എക്സാമ്പിൾ എയർപോർട്ടിലേക്ക് ആകുമ്പം 6 നമ്പർ ലൈൻ, അങ്ങനെ ഓരോന്നിനും ഓരോ ലൈനുണ്ട്. അതിൽ തന്നെ നമുക്ക് കയറി പോകണം. മര്യാദക്ക് നമുക്ക് ലൊക്കേഷൻ അറിയാനുള്ള ബുദ്ധിമുട്ടാണ്. അതേപോലെ ഒരു പ്രശ്നത്തില്ലാതെ നമുക്കിപ്പോൾ പോകുന്ന സ്ഥലം ഏത് ലൈനിലാണ് കൃത്യമായിട്ട് അറിയില്ല. അപ്പം നമ്മൾ ഈ സ്ഥലത്ത് വന്ന് മെയിൻ ട്രാം സ്റ്റേഷനിൽ അതിൽ നിന്ന് പിന്നെ നമ്മൾ ഗൂഗിൾ മാപ്പ് ലൊക്കേഷനിൽ നോക്കാം. ഏറ്റവും ക്ലോസ് ആയിട്ട് വരുന്ന ട്രാം സ്റ്റേഷൻ നോക്കിയിട്ട് കണ്ടെത്തിയിട്ട് പോകേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ 2 ട്രാം മാറി കയറണയ്ക്ക് വരും. ഒന്ന് മനസ്സിലാക്കി പോകണം. HB എന്ന് കണ്ട സംഭവം റെയിൽവേ സ്റ്റേഷൻ്റെ ബിൽഡിംഗ് ആണ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മൾ ട്രാം സ്റ്റേഷൻ ഉണ്ടായത്. ഇപ്പം ഞാൻ ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറി നോക്കി. ഇത് ശരിക്കും നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ടൈപ്പ് റെയിൽവേ സ്റ്റേഷനാണ്. ഭയങ്കര ആർക്കിടെക്ചറൊക്കെ ബ്യൂട്ടിഫുൾ ആക്കി വന്ന് നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഹലാൽ ഫുഡ് വെക്കുന്ന ഒരു പീടി കണ്ടു. അവിടെ നിന്ന് കഴിക്കാമെന്ന് കഴിച്ചു. അങ്ങനെ വൈപ്പ് ചെയ്ത് നിൽക്കുന്ന അയാളാണെങ്കിൽ അഫ്ഗാനിസ്ഥാനിലുള്ള ആളാണ്. അപ്പം ഹിന്ദി അറിയുന്നത് കൊണ്ട് പറഞ്ഞ് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ സിമ്പിൾ. यूदूर से बनता है और ये शार्प है, यानी स्पाइसी, इंग्लिश में स्पाइसी बोलता है. एक कुरी पेटा और कुफ्ता. और आप अफगानिस्तान से? हाँ, मैं अफगानिस्तान से. നമ്മൾ അവിടെ നിന്ന് കഴിച്ച് പുറത്തിറങ്ങി നോക്കുമ്പോൾ ഇവിടെ എന്തൊക്കെയോ കാണുന്നുണ്ട്. ഇത് പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെത്തും. അങ്ങ് അവിടെയായിട്ട് എന്തൊക്കെയോ കാണുന്നുണ്ട്. അങ്ങ് കാണുന്നതാണ് ഉള്ള റെയിൽവേ. ഇവിടേക്ക് ഏതോ ഒരു ട്രാം ഉണ്ട്. തിരിച്ചു പോകുമ്പോൾ നമുക്ക് അതിൽ കയറി പോകാൻ പറ്റും. റോഡ് കടന്നാൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റും. ഇതാണ് ഹൊള്ളറല്ലി എന്ന് പറയുന്ന ലൊക്കേഷൻ. ഇതിന് മുമ്പിൽ കാണുന്നത് ഒരു 5 സ്റ്റാർ ഹോട്ടലായിട്ടാണ്. അപ്പോൾ ഇത് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയെടുത്തൊരു ലേക്കാണ്. ഇതാണ് ഹൊള്ളർ അല്ലി എന്ന് പറയുന്ന സ്ഥലം. റംസീനൻ്റെ കൊളീഗ് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ എന്താണ് സംഭവം എന്നുള്ള കാര്യം മനസ്സിലായിട്ടാ നോക്കുമ്പോൾ തോന്നുന്നത് ഇതൊരു തടാകത്തിന് ചുറ്റും നടക്കാനാണ് റംസീനൻ്റെ കൊളീഗ് പറഞ്ഞതെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തടാകത്തിന് ചുറ്റും കറങ്ങിയിട്ട് തിരിച്ചു വരാവുന്നതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സ്ഥലത്തിൽ സൂര്യസ്തം നിൽക്കാനായിരുന്നു. ഒക്കെ ഫാനുകൾ മുന്നിട്ടാണ് നിൽക്കുന്നുണ്ട്. ഇതാണ് പറഞ്ഞൊരു 5 സ്റ്റാർ ഹോട്ടൽ. അതിൻ്റെ മുമ്പായിട്ടുള്ളതാണ് ഇത് ആർട്ടിഫിഷ്യൽ ലേക്ക്.
സമയത്ര പറഞ്ഞു. കുറേ ആൾക്കാർ അവിടെയൊക്കെ ആയിട്ട് റെസ്റ്റ് ചെയ്യുന്നുണ്ട്. അധികം ആൾക്കാരും. ഇതിപ്പോൾ എത്ര സമയം? ഇപ്പോൾ സമയം 7:30 മണി. റംസീന റഷീദ് എന്ന് പറയുന്ന പെണ്ണുങ്ങ ഇവിടെ ടാറ്റ പറയുന്നുണ്ട്. പിന്നെ ഈ കുന്ത്രണ്ടം കാണാനാണ് നമ്മളിവിടെ വരെ വന്നത്. അതിനുശേഷം നമുക്ക് കാണാൻ പറ്റുന്നത് കുറേ പ്രതിമകളാണ്. പിന്നെ കാണാൻ പറ്റുന്നത് നമ്മുടെ റംസീന റഷീദിനെയാണ്. ഈ സൈഡിൽ ഒരു കാട് കാണാൻ പറ്റും. ഈ കാട്ടിൽ കുറേ മൃഗങ്ങളുണ്ട്. റംസീനയെ പോലുള്ള കുറേ മൃഗങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ബാക്കി നമുക്ക് പിന്നെ കാണാം. ഇപ്പോൾ സമയം ഏകദേശം 8 മണിയാവാനായി. രാത്രി 8 മണി. സൂര്യൻ അസ്തമിക്കാൻ ആവുന്നതേ ഉള്ളൂ. നമ്മൾ വീണ്ടും ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറി ട്രാം പിടിച്ച് പോകണം. ഇത് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനാണ്. റെയിൽവേ സ്റ്റേഷൻ ഓൾമോസ്റ്റ് ഇങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ട് മുകളിൽ. എൻ്റെ താഴെ ഇങ്ങനെ കുറേ ഷോപ്സും എയർപോർട്ടിനുള്ളിലെ പോലെ തന്നെ ലുക്ക് വൈസും. ഇപ്പം അത് രണ്ടും ഇടിക്കുന്നു, പക്ഷെ ഇടിച്ചില്ല. എടുക്കുന്നതിന് മുമ്പിൽ ഒരു സ്റ്റോപ്പാക്കുന്നു. കാണാൻ പറ്റും. നമുക്ക് 3 അല്ലെങ്കിൽ 5 എന്ന് പറയുന്ന വെറുതക്കാരൊക്കെ ഉണ്ട്. 3 അല്ലെങ്കിൽ 5 എന്ന് പറയുന്ന നമ്പറിലുള്ള ഇതിലാണ് നമുക്ക് കയറേണ്ടത്. അപ്പോൾ ഈ പോകുന്നതൊന്നും 3ഓ 5ഓ അല്ല. അപ്പോൾ നമ്മൾ നോക്കി കണ്ടെത്തണം. ഈ 5 എന്നുള്ളതാണ് നമുക്ക് പോകേണ്ടതെന്ന് നമ്മൾ കണ്ടെത്തി. ഈ സ്ഥലം നല്ല ഭംഗിയുണ്ട്. ഏത് ഡയറക്ഷനിൽ നോക്കിയാലും ട്രാമാണ്. സ്ഥലത്തെ കുറച്ചധികം മനുഷ്യന്മാരിങ്ങനെ ഓടിയൊക്കെ വരുന്നത് കണ്ടിട്ടില്ല. അതാണ് ഞാൻ നേരത്തെ കാണിച്ച റെയിൽവേ സ്റ്റേഷൻ. അതിൻ്റെ സൈഡിലായിട്ടാണ് ഈ ട്രാം സ്റ്റേഷൻ വരുന്നത്. ട്രാമും അതുപോലെ ട്രാമിൻ്റെ ഏകദേശം അതേ ലുക്കുള്ള ബസ്സുകളും ഉണ്ട് ഈ സ്റ്റേഷനിൽ വന്ന് നോക്കുമ്പോൾ. ഇന്ന് നമ്മൾ 3 കിലോമീറ്റർ ദൂരത്തുള്ള ഒരു ഹാർബറിൽ പോകാൻ തീരുമാനിച്ചതായിരുന്നു. പക്ഷേ നമുക്ക് ട്രാം കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ നാളെ ആ സ്ഥലത്ത് പോകാൻ തീരുമാനിച്ചു. ഇന്ന് നമ്മൾ സീർവാൾ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നടന്ന് പോവുകയാണ്. 1.5 കിലോമീറ്റർ ആണ്. ഏകദേശം 15 മിനിറ്റ്സ് എടുക്കും. കുഴപ്പമില്ല. ഈ ഡയറക്ഷനിൽ ഏകദേശം 1.5 കിലോമീറ്റർ നടന്ന് നമ്മൾ സീർവാൾ എന്ന് പറയുന്ന സ്ഥലത്തെത്തും. ഇത് കണ്ടോ, ഇതാണ് ആപ്പ് വെച്ച് ഓടിക്കുന്ന ട്രോട്ടി ബൈക്ക്. അത് യൂബറിൽ ഉപയോഗിക്കാൻ പറ്റും. ഇത് സൈക്കിൾ റോഡാണ്. ഇതുവഴി നമ്മൾ നടക്കാൻ പാടില്ല. പക്ഷെ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അതുവഴി നമുക്ക് നടക്കാം. ഇതൊരു ക്യൂട്ടായിട്ടുള്ളൊരു ലൊക്കാലിറ്റിയാണ്. ഇതിൻ്റെ ഇടയ്ക്കായിട്ടാണ് സിറ്റി സെൻറ്റർ വരുന്നത്. ഈ കാണുന്നത് ഒരു തുർക്കിഷ് റെസ്റ്റോറൻറ്റാണ്. ഫലാഫൽ യാ ഹാല. ഈ ഡയറക്ഷനിൽ പോയാൽ വേറൊരു സ്ഥലത്തെത്തും. നമുക്ക് കാതേഡ്രല് കാണാം. കള്ളിൻ്റെ കുപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണിച്ചു കൊടുക്കാം. എന്തൊക്കെ പറ, കമൻട്രി പറ. അധികം ആൾക്കാരിങ്ങനെയാണ് നടക്കല്ല. ഇത് ഇങ്ങനെ സുഖമായിട്ട് പോയി അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മളതൊരാഴ്ച ഇപ്പം ഗേറ്റ് തുറന്നു തരും. അത് വർക്ക് ചെയ്യാൻ സാധ്യത കുറച്ച് കുറവാണ്. കാർഡ് വെക്കേണ്ടി വരും. ഒരു മിനിറ്റ്.
നമ്മൾ കോഫിയുള്ള സ്ഥലത്തേക്ക് നമുക്കിനി കോഫിയുള്ള സ്ഥലത്ത് പോവാം. കോഫിയുള്ള സ്ഥലത്ത് പോവാം. ഇവിടെ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കോഫിക്കായിട്ടൊരു ചെറിയ സ്പേസ് ഇവിടെ. ഇവിടെ ചെറുതായിട്ട് ഡൈനിങ് ഉണ്ട്. ഒരു ബിയറും മറ്റേതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കോഫി മെഷീനും പിന്നെ ഈ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ നമ്മൾ ഇവിടെ കാർഡിട്ട് പേ ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ചൂസ് ചെയ്താൽ നമുക്കിത്